ഗസയിലെ ജനങ്ങൾക്കുള്ള സഹായ വിതരണ കേന്ദ്രങ്ങളുടെ ചുമതല വഹിക്കുന്നത് മുസ്ലിം വിരുദ്ധരായ US ബൈക്കർ ക്ലബ് അംഗങ്ങളാണെന്ന് ഒരു റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. BBC-യുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുഴുപട്ടിണിയിലായ ഗസയിലെ ജനതയ്ക്ക് വിശപ്പടക്കാനുള്ള ഏക മാർഗം ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയുള്ള സഹായ വിതരണ കേന്ദ്രമായ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനാണ്. എന്നാൽ അവിടെ എത്തിപ്പെടുന്നത് തന്നെ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എത്തിപ്പെട്ടാലും ജീവനോടെ തിരികെ എത്താമെന്ന യാതൊരു ഉറപ്പും ആ മനുഷ്യർക്കില്ല. സുരക്ഷയെന്ന പേരിൽ ഏത് നേരവും വെടിവയ്പുണ്ടാകാം. അങ്ങനെ നൂറുകണക്കിന് ഗസക്കാരാണ് ആ സഹായ വിതരണ കേന്ദ്രത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒരു നേരത്തെ ആഹാരം തേടിയെത്തുന്നവരെ സുരക്ഷയെന്ന പേരിൽ വെടിവെച്ച് വീഴ്ത്തുന്ന സംഘം ശരിക്കും ആരാണ്? BBC വെളിപ്പെടുത്തിയ ബൈക്കർ സംഘത്തിന്റെ ലക്ഷ്യം എന്താണ്? വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. GHFന്റെ സഹായ വിതരണ കേന്ദ്രങ്ങളുടെ ചുമതല വഹിക്കുന്നത് UG സൊല്യൂഷൻസ് എന്ന ഒരു സ്വകാര്യ കമ്പനിയാണ്. സുരക്ഷാ ജോലികൾ നിർവഹിക്കുന്നതിനായി ഈ കമ്പനി ഇൻഫിഡൽസ് മോട്ടോർ സൈക്കിൾ ക്ലബ് എന്ന സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. 2006-ൽ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത മുൻ അമേരിക്കൻ സൈനികർ സ്ഥാപിച്ചതാണ് ഈ ക്ലബ്ബ്. മുസ്ലിം വിരുദ്ധ പ്രചാരണത്തിന് പേര് കേട്ടവരാണ് ഇതിലെ അംഗങ്ങൾ. ഇൻഫിഡൽസ് MC-യിലെ അംഗങ്ങൾ അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് മോഡേൺ ക്രുസൈഡേഴ്സ് അഥവാ ആധുനിക കുരിശ് യുദ്ധക്കാർ എന്നാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു കുരിശ് യുദ്ധങ്ങൾ. ഇരുവിഭാഗങ്ങളും പവിത്രമായി കരുതുന്ന പുണ്യസ്ഥലങ്ങളുടെ നിയന്ത്രണം നേടുന്നതിനായിട്ടായിരുന്നു പ്രധാനമായും ഈ യുദ്ധം ആരംഭിച്ചത്. അന്ന് യുദ്ധം ചെയ്ത മധ്യകാല ക്രിസ്ത്യാനികളുടെ ചിഹ്നമായ ക്രൂസൈഡർ ക്രോസ് ആണ് ഇൻഫിഡൽസ് ടീമിന്റെ ലോഗോ. അമേരിക്കയിലെ ഫ്ലോറിഡയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. ഡസൻ കണക്കിന് അംഗങ്ങൾ ക്ലബിലുണ്ടെന്നാണ് റിപ്പോർട്ട്. തുടക്കത്തിൽ മോട്ടോർ സൈക്കിൾ റൈഡുകൾ, പാർട്ടികൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ പരിപാടികളായിരുന്നുവെങ്കിൽ പതിയെ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങളിലേക്ക് വഴിമാറി. ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ നിരന്തരം മുസ്ലിം വിരുദ്ധ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഗസയിലെ GHFന്റെ സഹായ വിതരണ കേന്ദ്രങ്ങളുടെ സുരക്ഷാ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന UG സൊല്യൂഷൻസ് എന്ന കമ്പനി ഇൻഫിഡൽസ് MC-യിൽ നിന്ന് കുറഞ്ഞത് 10 അംഗങ്ങളെയെങ്കിലും നിയമിച്ചിട്ടുണ്ടെന്നാണ് BBC-യുടെ അന്വേഷണ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. ചിലരുടെ ഐഡന്റിറ്റിയും BBC സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങളിലെ ഉയർന്ന തസ്തികകളിലാണ് ഇവരിൽ മിക്കവാറും ജോലി ചെയ്യുന്നത്. UG സൊല്യൂഷൻസിന്റെ 320 ജീവനക്കാരിൽ ഏകദേശം 40 പേർ ഇൻഫിഡൽസ് MC-യിൽ നിന്നുള്ളവരാണെന്ന് ഒരു മുൻ കോൺട്രാക്ടർ വെളിപ്പെടുത്തിയതായും BBC റിപ്പോർട്ടിൽ പറയുന്നു. ദിനേന 1 ലക്ഷം വരെ ശമ്പളം വാങ്ങുന്നവരുമുണ്ടത്രേ ഈ കൂട്ടത്തിൽ. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ UG സൊല്യൂഷൻസ് തങ്ങളുടെ ജീവനക്കാരെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സ്ക്രീൻ ചെയ്തും അഭിരുചി നോക്കിയുമല്ല ആളുകളെ ജോലിക്ക് തെരഞ്ഞെടുക്കുന്നതെന്നാണ് കമ്പനി വാദിക്കുന്നത്. വിദ്വേഷവും വിവേചനപരവും പക്ഷപാതപരവുമായി പെരുമാറുന്നവരോട് ഒരു നിലയ്ക്കും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സ്വീകരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവരും വ്യക്തമാക്കുന്നുണ്ട്. സഹായ വിതരണ കേന്ദ്രത്തിന്റെ സുരക്ഷാ ചുമതലയിൽ ഇത്തരം സംഘത്തിലുള്ളവരെ നിയമിച്ചതിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു. ഇൻഫിഡൽസ് ബൈക്കർ ക്ലബ് അംഗങ്ങളുടെ നിയമനം അസംബന്ധമാണെന്ന് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് കുറ്റപ്പെടുത്തി. ഇത് വലിയ അക്രമങ്ങൾക്കിടയാക്കുമെന്നും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. എന്നാൽ സമഗ്രമായ പശ്ചാത്തല പരിശോധനകൾ നടത്തി തെരഞ്ഞെടുക്കുന്ന വ്യക്തികളെ മാത്രമേ നിയോഗിക്കുന്നുള്ളൂ എന്ന വാദം ആവർത്തിക്കുകയാണ് UG സൊല്യൂഷൻസ്. GHF കേന്ദ്രങ്ങളിൽ 859 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഈ വർഷം ഓഗസ്റ്റിൽ ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ റിപ്പോർട്ട്. ഈ സൈറ്റുകളിൽ സുരക്ഷാ ജീവനക്കാർ, പ്രത്യേകിച്ച് ഇൻഫിഡൽസ് MC അംഗങ്ങൾ പലപ്പോഴും ജനക്കൂട്ടത്തെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്.